മകളെ MBA, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു PG പ്രോഗ്രാമാണ് MBA എന്ന് പറയുന്നത്. നമ്മൾ MBA നോക്കുന്ന സമയത്ത് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 3 ഇയർ ഡിഗ്രി ചെയ്തേക്കുക, അത് BSc ഫിസിക്സോ കെമിസ്ട്രി എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാം. BC ആണെങ്കിൽ ചെയ്യാം, BBA ആണെങ്കിൽ ചെയ്യാം, MCOM കഴിഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാം, MTech കഴിഞ്ഞിട്ട് ചെയ്യാം, ഇനി MCA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ BTech ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാം. ഓരോന്നിനും സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തിട്ടുള്ള ഇപ്പം മെഡിക്കൽ ഫീൽഡുകാർക്ക് ഫോക്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹെൽത്ത് കെയറിൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട് MBA. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻസ് ചെയ്യാം, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ. അങ്ങനെ നിരവധി എന്താ പറയുക വെറൈറ്റികളുള്ള ഒരു സംഭവമാണ് MBA എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കരിയർ സ്വിച്ച് ചെയ്യാൻ ഒരുപാട് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സംഭവമാണ് MBA പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, ക്വാളിറ്റി ഓഫ് കോമ്പറ്റീഷൻ നല്ലതാണ്. കാരണം 2.5 to 3 lakh സ്റ്റുഡൻസ് ആണ് ഇരുന്നതെങ്കിലും ക്വാളിറ്റി ഓഫ് കോമ്പറ്റീഷൻ നല്ലതാണ്. കാരണം ഈ പറഞ്ഞോട്ട് ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അതുപോലെ വർക്കിംഗ് പ്രൊഫഷൻസ് ഒക്കെ വന്ന് എഴുതുമ്പോൾ അവർക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളായിരിക്കും. പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം, CAT എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതണം, മസ്റ്റായിട്ട് എഴുതണം. കാരണം ടോപ്പ് B സ്കൂൾസിലെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്കോറാണ്, CAT സ്കോറാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ IIMsകളും ഇനിയിപ്പം നോൺ IIMs എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടോപ്പ് ലെവലിലുള്ള B സ്കൂൾസൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ CAT എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം തന്നെ എഴുതണമെന്ന് ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ അത് ബാക്കപ്പായിട്ട് നമുക്ക് SAT വെക്കാം, NMAT വെക്കാം, SNAP വെക്കാം. ബട്ട് KMAT പോലുള്ള എൻട്രൻസ് എക്സാംസുകളൊന്നും നിങ്ങൾ പ്രയോറിറ്റിയിൽ പെടുത്തരുത്. കാരണം എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കാറുണ്ട് KMAT ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ള ടോപ്പ് സ്കൂൾസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ കുസാറ്റും രാജഗിരിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിൽ കൂടിയും അവരൊന്നും എനിക്ക് പറഞ്ഞിട്ട് വലിയ ലെവലിൽ ടോപ്പ് ടിയർ B സ്കൂൾസായിട്ടൊന്നും കമ്പയർ ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ആവറേജ് B സ്കൂൾസാണ് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവയൊക്കെ. കേരളത്തിൽ അത്യാവശ്യം എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന തരക്കേടില്ലാത്ത B സ്കൂൾസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ടോപ്പ് B സ്കൂൾസാണ് MBA എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന MBAയ്ക്കും നമ്മൾ IIMൽ അല്ലെങ്കിൽ XLRIൽ അല്ലെങ്കിൽ സിംബയോസിസിൻ്റെ B സ്കൂൾസ് ചെയ്യുന്ന MBAയ്ക്കും വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ പീർ നെറ്റ്വർക്കിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് MBA. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല B സ്കൂൾസിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് ടോക്സി കേരള സെയിൽസ് റോളുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത. ഇപ്പം കാനഡ രജിസ്ട്രേഷൻ നിലവിൽ ഓപ്പണാണ്. സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാം എഴുതുന്ന ടൈമിൽ ടോപ്പ് 20 B സ്കൂൾസ് തന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ വർക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം പല വിദ്യാർത്ഥികളും ഡിഗ്രിക്ക് ശേഷം എന്നോട് ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞിട്ട് വർക്ക് ചെയ്യാതെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യാനാണ്. കാരണം ഞാനത് പറയാൻ പറ്റുന്ന വീഡിയോകളൊക്കെ പറയാം, വർക്ക് എക്സിനൊക്കെ പോയിന്റ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും. ഈവൻ നിങ്ങളുടെ പെർസെൻറ്റേജ് കുറവാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ, ടോപ്പ് B സ്കൂൾസിൽ കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ധൈര്യം തരുന്ന ഒരു സംഭവമാണ് വർക്ക് എന്ന് പറയുന്നത്, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ അതുമാത്രമല്ല ഫൈനാൻഷ്യലി നമുക്കൊരു ഇതുണ്ടാകുന്നുണ്ട്. പിന്നെ CAT രാവിലെ വൈകിട്ട് വരെ പഠിക്കുന്ന ഒരു എക്സാമും അല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്, ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ കാണാം. ഓക്കെ.